ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വചനമാണിത്. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും എന്നൊക്കെ. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ഇല്ലാത്തവനല്ലേ ശരിക്കും വേണ്ടത്, എന്നൊന്നും ഇല്ലല്ലോ. ഇനി ഉള്ളവൻ എന്തിനാ ഈ കൂടുതലും കൊടുക്കുന്നത്, കാരണം ഉണ്ടല്ലോ. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. ഈ താലന്തുകളുടെ ഉപമയിൽ ഈ താലന്ത് കിട്ടിയത് കുഴിച്ചിടുന്ന ഒരു മനുഷ്യനുണ്ട്. ഈ യജമാനൻ തിരിച്ചു വരുമ്പോൾ ഈ കുഴിച്ചിട്ടവന്റെയും കൂടി എടുത്തിട്ട് ഒത്തിരി ഉള്ളവന് കൊടുക്കുന്ന ഒരു രംഗം നമ്മൾ വായിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്, ഒരുപാട് അവസരങ്ങൾ തന്നിട്ടുണ്ട്. ഈ നമുക്കൊക്കെ കിട്ടിയ അവസരവും കഴിവും ഒക്കെ മറ്റൊരാൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അവരത് എത്രയോ മനോഹരമായിട്ട് ഉപയോഗിച്ചേനെ. ആലോചിച്ച് നോക്ക്, ദൈവം നൽകുന്ന ഈ കൃപകളും കഴിവുകളും അവസരങ്ങളൊക്കെ, ഈ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ എത്രമാത്രം നന്നായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് ഉള്ളവന്, അത് ഉപയോഗിക്കുന്നവന് കൂടുതൽ നന്നായിട്ട് അത് സമൃദ്ധമായിട്ട് ഉപയോഗിക്കാൻ കൃപ ദൈവം കൊടുക്കും. അത് മടി പിടിച്ച് മൂടി വെച്ച് ഉപയോഗിക്കാതെ അതിങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നവന് ഒരു പക്ഷേ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്.